നമസ്കാരം. സ്വർണം ചെമ്പാക്കിയ വിദഗ്ധൻ ആരാണ്? SIT പിടികൂടിയ മുരാരി ബാബു. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ റോൾ എന്താണ്? സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ ആളാണ് ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന്. ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നത് SIT കൂടി അന്വേഷിക്കുകയാണ്. മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത്. 1994 പോലീസിൽ ജോലി കിട്ടിയത്. കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പൂർത്തിയാക്കിയിട്ടില്ല. 1997 ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത്. ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലായിരുന്ന ആളിന്റെ സഹായിയായാണ് തുടക്കം. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു. 3 ക്ഷേത്രങ്ങളും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി. ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീപിടിച്ചതും സ്വർണ്ണപ്രഭയിലെ 3 നാഗപാളികൾ വിളക്കിച്ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ്. പഴയ തറവാടിരുന്ന സ്ഥലത്താണ് 2019 മുരാരി വലിയ വീട് നിർമ്മിച്ചത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിലാണ്. വീട് നിർമ്മാണത്തെക്കുറിച്ചും SIT അന്വേഷിക്കുകയാണ്. മുരാരി ബാബു പെരുന്നയിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്വന്തം വീട്ടിലേക്കുള്ള തേക്കുതടികൾ വാങ്ങിയത് ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് റിപ്പോർട്ട്. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുള്ള പണികൾക്കും തേക്കുതടികൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത് കോട്ടയം നട്ടാശ്ശേരിയിലെ വനം വകുപ്പിന്റെ തടി ഡിപ്പോയിലാണ്. എന്നാൽ അവിടെ തടി സ്റ്റോക്കിലെന്ന് പറഞ്ഞതോടെ പരിചയത്തിലുള്ളയാളുടെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കി തരാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതോടെ ഈ ഡിപ്പോയിൽ നിന്ന് തടി നൽകുകയായിരുന്നു. എന്നാൽ തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികളൊന്നും നടന്നിട്ടില്ലെന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിള മാറ്റാനായി പാഴ്ത്തടി എത്തിച്ചെങ്കിലും ഉപദേശക സമിതിയുടെ എതിർപ്പ് മൂലം പണി നടന്നില്ല. 2019 പെരുന്നയിൽ 2 നിലകളുള്ള വീട് മുരാരി ബാബു നിർമ്മിച്ചത്. വീടിന് മാത്രം 2 കോടിയോളം രൂപ ചെലവിട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. തടി, ഉരുപ്പടികൾ ഉൾപ്പെടെ മുന്തിയ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് നിർമ്മിച്ചതും ഒരേ കാലയളവിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീട് നിർമ്മാണത്തിലുള്ള സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതും പെരുന്നയിലെ വീട്ടിൽ നിന്നാണ്. ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളുകൾ പുറത്തുകടത്തി സ്വർണം കവർന്ന കേസുകളിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 2ാം പ്രതിയാണ്. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ്. താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവൃത്തി നടക്കില്ലെന്നുമാണ് മുരാരിയുടെ മൊഴി. ഇത് ബോർഡിന്റെ തിരിച്ചടിയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് മുരാരി ഇപ്പോൾ. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. മഹസറുകളിൽ തിരിമറി നടത്തിയ മുരാരി ബാബു മനഃപൂർവ്വം സ്വർണ്ണപ്പാളി എന്നത് ചെമ്പുപാളിയാക്കിയെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകോവിൽ നിന്ന് തന്നെ മുതൽ മോഷ്ടിക്കൽ, ഗൂഢാലോചന നടത്തി, ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി, ക്ഷേത്ര സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു, ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാനിടയാക്കി എന്നീ ആരോപണങ്ങളും റിപ്പോർട്ടിലുണ്ട്. 1998 ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സമയത്ത് തന്നെ പാളികളിൽ സ്വർണം സംബന്ധിച്ച് മുരാരി ബാബുവിന് അറിവുണ്ടായിരുന്നു. ഇതും റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തുകടത്തി സ്വർണം കവർന്ന കേസിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. പെരുന്നയിൽ നിന്ന് ബുധനാഴ്ച രാത്രി 10 മണിയോടെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019 മുതൽ 2025 വരെ നടന്ന മുഴുവൻ ഇടപാടുകളും കേന്ദ്രീകരിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണ ചുമതലയുള്ള ADGP H. വെങ്കടേഷും ചോദ്യം ചെയ്തു. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘമാണ് നന്ദൻകോട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്.